2000-ൽ ഒരു സംരംഭകൻ തൻ്റെ കമ്പനി വെറും $50 ലക്ഷം വിൽക്കാൻ പോയി. പക്ഷേ ആ കമ്പനിയെ വാങ്ങാൻ പോലും തയ്യാറാകാതെ ഒരു CEO അയാളെ പുച്ഛിച്ച് ചിരിച്ചു വിട്ടു. ഇതൊന്നും ബിസിനസ് അല്ല. ഇന്ന് ആ ചെറിയ കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് കമ്പനികളിൽ ഒന്നാണ്. ആ കമ്പനിയുടെ പേരാണ് നെറ്റ്ഫ്ലിക്സ്. 1997-ൽ റീഡ് ഹാസ്റ്റിങ്സും മാർക്ക് റണ്ടോൾഫും ചേർന്നാണ് നെറ്റ്ഫ്ലിക്സ് ആരംഭിച്ചത്. അന്ന് അമേരിക്കയിൽ DVD റെൻ്റൽ ലോകം ഭരിച്ചിരുന്നത് ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. നെറ്റ്ഫ്ലിക്സ് കൊണ്ടുവന്ന ആശയം വ്യത്യസ്തമായിരുന്നു. കടയിൽ പോകേണ്ടതില്ല, വെബ്സൈറ്റിലൂടെ DVD ഓർഡർ ചെയ്യാം. മാസത്തിലൊരു നിശ്ചിത തുക മാത്രം അടച്ചാൽ മതി. ലേറ്റ് ഫീസ് ഇല്ല, പരിധികളില്ല. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്ക്രിപ്ഷൻ മോഡലിൻ്റെ തുടക്കം അതായിരുന്നു. ആളുകൾ നെറ്റ്ഫ്ലിക്സ് ഏറ്റെടുക്കുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. വരുമാനം ഉണ്ടായിരുന്നു, പക്ഷേ ലാഭമില്ല. അതേസമയം 2000-ൽ .com ബബിൾ തകർന്നു. നിക്ഷേപകർ പണം പിൻവലിച്ചു. നെറ്റ്ഫ്ലിക്സ് അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തി. അവസാനം സ്ഥാപകർ ഒരു തീരുമാനമെടുത്തു: കമ്പനി വിറ്റേക്കാം. അവർ നേരെ പോയത് അവരുടെ ഏറ്റവും വലിയ എതിരാളിയായ ബ്ലോക്ക് ബസ്റ്ററിൻ്റെ അടുത്തേക്ക്. നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയാൽ ബ്ലോക്ക് ബസ്റ്ററിന് ഓൺലൈൻ ലോകത്തേക്ക് കടക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ CEOയുടെ മറുപടി ചരിത്രമായി. അദ്ദേഹം നെറ്റ്ഫ്ലിക്സിനെ നോക്കി പുച്ഛിച്ച് ചിരിച്ചു. അവരെ അവിടുന്ന് ഒഴിവാക്കി വിട്ടു. അന്ന് അവർ ഒരു തീരുമാനമെടുത്തു: ഇനി ഈ കമ്പനി വിൽക്കില്ല, എന്തു സംഭവിച്ചാലും പോരാടും. അവിടെ നിന്നാണ് യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് കൈവിട്ടില്ല. DVD-യിൽ നിന്ന് സ്ട്രീമിങ്ങിലേക്ക് മാറി. മറുവശത്ത് ബ്ലോക്ക് ബസ്റ്റർ പഴയ ബിസിനസ് മോഡലിൽ തന്നെ ഇങ്ങനെ കുടുങ്ങി. 2010-ൽ ഒരു കാലത്ത് നെറ്റ്ഫ്ലിക്സിനെ പരിഹസിച്ച ആ ഭീമൻ കമ്പനി അവസാനിച്ചു. നെറ്റ്ഫ്ലിക്സ് മാത്രം നിർത്തിയില്ല. അവർ ഉപഭോക്താക്കളുടെ ഇഷ്ടങ്ങൾ പഠിക്കാൻ അൽഗോരിതങ്ങൾ വികസിപ്പിച്ചു. അവർക്കെന്താണ് ഇഷ്ടം, എന്ത് സിനിമയാണ് കാണുന്നത്, എപ്പോൾ നിർത്തുന്നു, എല്ലാം അവർ വിശകലനം ചെയ്തു. ആ ഡാറ്റ ഉപയോഗിച്ച് അവർ പുതിയ ലോകം സൃഷ്ടിച്ചു. നെറ്റ്ഫ്ലിക്സ് മറ്റൊരു വലിയ ചുവടുവയ്പ് നടത്തി. ആദ്യത്തെ വലിയ ഒറിജിനൽ സീരീസ് ഹൗസ് ഓഫ് കാർഡ്സ് 130 രാജ്യങ്ങളിലേക്ക് നെറ്റ്ഫ്ലിക്സ് വ്യാപിക്കുന്നു. അതൊരു പ്രഖ്യാപനം പോലെയായിരുന്നു: ഓൺലൈൻ സ്ട്രീമിങ്ങിൻ്റെ ഭാവി ഇനി ഞങ്ങളാണ്. നെറ്റ്ഫ്ലിക്സ് വിജയിച്ചതിൻ്റെ രഹസ്യം എന്തായിരുന്നു? അവർ ഒരിക്കലും ഒരു ബിസിനസ് മോഡലിൽ കുടുങ്ങി നിന്നില്ല. DVD റെൻ്റൽ, അതിൽ നിന്ന് മാസ സബ്സ്ക്രിപ്ഷൻ, അവിടെ നിന്ന് ഓൺലൈൻ സ്ട്രീമിംഗ്, അതിനുശേഷം സ്വന്തം സിനിമകൾ, സീരീസുകൾ. ലോകം മാറുന്നതിന് മുമ്പ് അവർ മാറി. അതുകൊണ്ടാണ് അവർ ജയിച്ചത്. ലോകം നിങ്ങളെ പരിഹസിക്കുന്നത് നിങ്ങൾ തോറ്റത് കൊണ്ടല്ല, നിങ്ങൾ കാലത്തേക്കാൾ മുന്നിൽ നടക്കുന്നത് കൊണ്ടാണ്. അതാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ കഥ.